ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതിസ് കിച്ചൺ. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സാണ്, വെജ് സ്പ്രിംഗ് റോൾസ്. ഇത് റെഡിമെയ്ഡ് ഷീറ്റ് കൊണ്ടിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം. ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ആവശ്യമുള്ള സമയം എടുത്ത് ഡീപ് ഫ്രൈ ചെയ്യാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരൂ വീഡിയോയിലേക്ക് പോകാം. സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ഗ്യാസിൽ വച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ ഭാഗം വട്ടത്തിൽ നരിച്ചത് ആദ്യം ഇടാം. നമുക്ക് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഒരു കൂട്, ഒരു 4-5 അല്ലി ഇട്ട് നല്ലതുപോലെ വഴറ്റാം. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു ചെറിയ സവാള, നീളത്തിലരിഞ്ഞ പച്ചമുളക്, ഒരു 10 ബീൻസ് നീളത്തിലരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്. ഇത് എല്ലാം ജൂലിയനായിട്ട് നീളത്തിലരിഞ്ഞതാണ്. വേണമെങ്കിൽ കഷ്ണങ്ങളായിട്ടും നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടും നറുക്കാം, പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇത് 1 മിനിറ്റ് വഴറ്റിയിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം, ഒരു 50 ഗ്രാം ക്യാബേജ് കഴുകി വൃത്തിയാക്കി വെക്കും. അതും നീളത്തിലരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂൺ സാൾട്ട്. നമ്മൾ ഇതിൽ സോസും കൂടി ചേർക്കുന്നുണ്ട്, സോയാ സോസ്. അതിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഇത് കണക്കാക്കിയിട്ട് വേണം നമുക്ക് ഉപ്പിടാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം, അതും നീളത്തിലരിഞ്ഞതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇത് ചില്ലി സോസ് അവരവരുടെ എരിവ് അനുസരിച്ച് ഒഴിക്കാം. നമ്മളിതിൽ ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബേക്കേഴ്സിൻ്റെ സോയാ സോസാണ്. ഇത് ഷാഷയിൽ കിട്ടുന്നതാണ്. ചില്ലി സോസ് ചിങ്സിൻ്റെ ആണ്. ഇതും കൂടി ഇട്ടിട്ട് ഈ വെജിറ്റബിൾസിൻ്റെ ക്രഞ്ചിനെസ് മാറാതെ വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ എന്തായാലും ഡീപ് ഫ്രൈ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. വെജിറ്റബിൾസൊക്കെ കുക്കായി കഴിഞ്ഞ് ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇട്ടിട്ട് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തിട്ട് നമുക്ക് സ്പ്രിംഗ് റോൾസ് ഉണ്ടാക്കാം. നമ്മുടെ ഫില്ലിങ്സ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാം. ഇവിടെ സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് ഷീറ്റാണ്. ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് അതിൻ്റെ കവറ്. 40 ഷീറ്റാണ്. ഇത് നമുക്ക് വാങ്ങിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് അപ്പോഴായിട്ട് നമുക്ക് പിള്ളേർക്ക് ആവശ്യമുള്ള സമയം ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഷീറ്റാണ്. ഇത് നമുക്ക് ഇനി ഇതിൽ 1 ഷീറ്റ്, 40 ഷീറ്റിൽ 1 ഷീറ്റ് എടുത്തിട്ട് ഇവിടെ ഞാൻ കുറച്ച് മൈദ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വച്ചിട്ടുണ്ട്. 1 സ്പൂണ് ഫില്ലിങ് വച്ചിട്ട് ആദ്യം നമുക്ക് 4 സൈഡും നമുക്കിതൊന്ന് പേസ്റ്റ് തടവാം.
ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു ഫോൾഡ്, നമ്മൾ ഈ സാധനങ്ങളൊക്കെ മടക്കണ പോലെ ഒരു ഫോൾഡ്, പിന്നെ ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ഇതുപോലെ എല്ലാ ഷീറ്റിലും നമുക്ക് ഈ ഫില്ലിങ്സ് വച്ചിട്ട് നിരത്താം. ഞാൻ ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. ഒരു സ്പൂൺ ഫില്ലിംഗ് വച്ചിട്ട് ആദ്യം ഒരു മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് കോണായിട്ട്, അതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇവിടെയും ഒട്ടിച്ചിട്ട് നമുക്ക് ഇത് മടക്കിയെടുക്കാം. ഇങ്ങനെയെല്ലാം മടക്കി നമുക്ക് റെഡിയാക്കാം. നമ്മുടെ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് ബോക്സിൽ വെച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കാം. ആവശ്യമുള്ള സമയം നമുക്ക് എടുത്ത് വറുത്ത് കഴിക്കാം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഒരു കടായി വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് വറുത്ത് കോരി എടുക്കാം. ഡീപ് ഫ്രൈ. എണ്ണ നല്ലതുപോലെ കാഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് വേണം നമുക്ക് വറുത്ത് കോരി എടുക്കാനായിട്ട്. നമ്മുടെ സ്പ്രിംഗ് റോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ആവശ്യമുള്ളത് മാത്രം നമുക്ക് വറുത്തെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് റോൾ ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വയ്ക്കാം. നമ്മുടെ സ്പ്രിംഗ് റോൾസ് റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. പെട്ടെന്ന് ചെയ്യാം. ഷീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ഇതിൻ്റെ ഷീറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഒരു റെസിപ്പിയിൽ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇനി ഒന്ന് കഴിച്ചു നോക്കാം. മുകളിൽ നല്ല ക്രിസ്പും അകത്ത് നല്ല ടേസ്റ്റുമായിട്ടുള്ള ഇതാണ്. ഇതിന് കെച്ചപ്പ് വേണമെന്ന് തന്നെ കൊണ്ട് ഇല്ല. നമുക്ക് തന്നെ ഇത് ചുമ്മാ വെറുതെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ സ്പ്രിംഗ് റോൾസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഉടനുടൻ ഉള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.